യെസ്, അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. ഇൻ മൈ ഒപ്പീനിയൻ ഇതൊരു അബവ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫൺ ഫിൽ ഫാമിലി എന്റർടൈനർ ആണ്. ഒരു കാഷ്വൽ വാച്ച് അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഫാമിലിയുടെ ഒപ്പം ഒക്കെ വന്നിരുന്ന് ഒരു പോപ്കോൺ ഒക്കെ വാങ്ങി ചില്ലടിച്ച് ഒരു സ്ട്രെസ് ബസ്റ്റർ മൂഡിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. മേക്കിങ്ങിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഉള്ള, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു പടമാണ് ഈ ഒരു പടം. ഫസ്റ്റ് ഓഫ്, എനിക്ക് ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ചില പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഈ ഒരു പടത്തിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ഘടകമാണ് ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് പെർഫോമൻസസ്. രണ്ട് അളിയന്മാർ തമ്മിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതിനൊപ്പം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഒരു കല്യാണം, അതിനെ ചൊല്ലിയുള്ള ഹാപ്പനിങ്സ് ആണ് ഈ ഒരു പടത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള പ്രെമിസ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഈ കല്യാണം നടത്താനും മുടക്കാനും ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിൽ ഒരുപാട് വൈബ്രന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ എംബോഡി ചെയ്ത് തന്നെ വളരെയധികം ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള, അത്രയധികം എനർജറ്റിക് ആയിട്ടുള്ള കുറെ പെർഫോമൻസസ് ആണ് ഈ ഒരു പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി പൃഥ്വിരാജ് ആൻഡ് ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറിന്റെ എല്ലാ പടത്തിലും ഒരു മിനിമം അസ്റ്റോൺസ് നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇതിനും അതാൾ തെളിയിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ സട്ടിലായിട്ട്, അത്രയധികം നാച്ചുറൽ ആയിട്ട്, ഓവർ ആവേണ്ട സമയത്തൊക്കെ ഓവറായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് ഈ ആടുജീവിതത്തിലൊക്കെ ഒരു ഓസ്കാർ വേർത്തി ടോപ്പ് ടിയർ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പടത്തിലെ ഒരു കോമഡി പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വളരെയധികം ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള, അത്രയധികം മേനിയാക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ആയിരുന്നു. ഇഫ് ഹി കുഡ് പുൾ ഇറ്റ് ഓഫ്, ഈ ഒരു ക്യാരക്ടറിലേക്ക് അത് എങ്ങനെ കൊണ്ടുവരുന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ ബേസിൽ ജോസഫിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അനശ്വര രാജൻ, നിഖില ബെമില്, നാദാൻ കേസോട് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലത്തെ ജഡ്ജി, രോമാഞ്ചത്തിലത്തെ രണ്ട് ആക്ടേഴ്സ്, യോഗി ബാബു, അങ്ങനെ എല്ലാവരും ആ സ്ക്രിപ്റ്റില് ആ ഒരു പടത്തിന് എന്താണ് ആവശ്യമുള്ളത് അതിൽ ലേശം ഒന്ന് ഓവറാക്കിയിട്ട് എന്നാൽ ഒട്ടും തന്നെ കൊളാക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കഥയും സ്ക്രിപ്റ്റും മേക്കിംഗ് എല്ലായിടത്തും മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസസ്, ഇവരെല്ലാവരും തന്നെ കാഴ്ചവെച്ചിട്ടുള്ള പെർഫോമൻസുകൾ, അവരുടെ ആ ഒരു ഓരോരോ സന്ദർഭത്തിലുള്ള അവരുടെ റിയാക്ഷൻസും അവരുടെ ഇമോഷൻസും എല്ലാം തന്നെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഇതിന്റെ എടുത്തു പറയുന്നതാണ് ഇതിന്റെ ക്യാമറ വർക്ക്. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിലിം മേക്കിങ്ങിന്റെ ഒരു മെത്തേഡാണ് ഇതിൽ പിടിച്ചേക്കുന്നത്. കാഴ്ചയിൽ വളരെ സിമ്പിളും വളരെയധികം നാച്ചുറൽ ആയിട്ട് പോകുന്നതെന്ന് തോന്നുമെങ്കിലും ഒന്ന് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് എത്രത്തോളം ആ ഒരു സിനിമാറ്റോഗ്രഫി ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു സ്റ്റോറിനെയും ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു സന്ദർഭത്തെയും എലിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുക. ഈ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് മെത്തേഡ്, അതായത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നത് ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ സന്ദർഭത്തിൽ നടക്കണമെന്ന് എടുത്തു കാണിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഫിലിം മേക്കിങ്ങിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു പടത്തിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലത്തെ സ്പ്ലിറ്റ് സ്ക്രീൻസിനുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫും അനശ്വര രാജിന്റെ ക്യാരക്ടറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന ആ ഒരു രീതി, നടുക്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചിട്ട് അവർ രണ്ടുപേരുടെ ആ ഒരു എൻവയോൺമെന്റിനെ വളരെയധികം നാച്ചുറലി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആ ഒരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഇതിന്റെ ക്യാമറ വർക്ക്, ഇതിന്റെ ഫ്രെയിമിംഗ് ആയിക്കോട്ടെ, കോമ്പോസിഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒട്ടും തന്നെ ഫ്ലാഷ് ചെയ്തിട്ടില്ല. ഈ ഒരു പടത്തിന് ആവശ്യമുള്ള എന്താണോ, ചിലപ്പോൾ എനിക്ക് ഒന്ന് സ്ക്രിപ്റ്റിൽ വെച്ചതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട്, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇതിന്റെ ക്യാമറ വർക്കിന് സാധിച്ചിട്ടുള്ളത്. സോങ്സ് ഒക്കെ ഒരു മീഡിയോക്കർ അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് എന്ന നിലയ്ക്ക് മാത്രമേ എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന്റെ ആ ഒരു തീം, ഒറിജിനൽ സ്കോർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടി ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിന്റെ സെറ്റ് ഡിസൈൻ ആണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് ഫുൾ ആയിട്ട് ഇട്ടിട്ട് അവിടെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തേക്കണമെന്ന് പറയുന്നത്. ആൻഡ് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിക്കും ഇത് അമ്പലമായിരുന്നോ അത് സെറ്റ് ആയിരുന്നോ എന്ന രീതിയിലാണ്, അത്രയധികം കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. എസ്പെഷ്യലി ഇതിൽ ഡ്രോണിന്റെ ഷോട്ട് ഉണ്ട്. പൃഥ്വിരാജ് കുറച്ച് ആൾക്കാരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോൺ ഇങ്ങനെ കറങ്ങി ആ ചുറ്റുപാടൊക്കെ കാണിച്ച് വളരെയധികം കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവരത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സെറ്റ് ഡിസൈൻ എനിക്ക് വളരെയധികം അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് തോന്നി ഈ ഒരു പടത്തിൽ. ഇത്രയാണ് എനിക്ക് ഈ ഒരു പടത്തിൽ വളരെയധികം എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ചില പോസിറ്റീവ് ആയിട്ടുള്ള നല്ല എലമെന്റ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പടത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല, എന്നാൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ആയിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് എവിഡന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് പോരായ്മകളാണ് ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ റൺ ടൈമും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നേച്ചറിലുള്ള ഒരു കഥയും ഒരുപാട് കയ്യിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും, പൃഥ്വിരാജും ബേസിൽ ജോസഫിന്റെയും ക്യാരക്ടർ തമ്മിലുള്ള കെമിസ്ട്രിയും, പിന്നെ ഈ ഒരു പടത്തിലെ ഓവറോൾ വരുന്ന ഒരു ഇമോഷണൽ രംഗങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു നേച്ചറും, ദെൻ ഇത്രയധികം ഹാപ്പനിങ്സ് നടന്നുപോയി അവസാനം ക്ലൈമാക്സ് വരുന്ന ആ ഒരു കല്യാണത്തിന് വരുന്ന ആ ഒരു കോൺഫ്ലിക്ട്, ആ ഒരു കൂട്ടപ്പൊരിച്ചിൽ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ടൈം എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു മഗപ്പ് ചെയ്ത് വെച്ചേക്കുന്ന രീതി പോലെയാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. കാണുമ്പോൾ നമ്മളിങ്ങനെ ഓക്കെ ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്നത്, നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള വൈബിലാണ് പടം പോകുന്നത്. പക്ഷെ സിനിമ കണ്ടൊന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതെന്തായിരുന്നു അങ്ങനെ ആ ഒരു ലെവലിലെ ചിന്താഗതിയിലാണ് നമ്മൾ പോവുക.
ഈ ഒരു റൺ ടൈം 2.25 മണിക്കൂറിൽ നിന്ന് ഒരു 2.5 മണിക്കൂറോ 2.25 മണിക്കൂർ ആക്കിയെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഈ ഒരു പടത്തിൽ അത്രയധികം സംഭവങ്ങളുണ്ട്, കുറെ ക്യാരക്ടേഴ്സും ഇങ്ങനത്തെ ആ ഒരു പ്രത്യേകിച്ച് ഈ ഒരു എന്റർടൈനിങ് നേച്ചറുള്ള ഒരു പടമാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടൈമും അതിനനുസരിച്ചുള്ള ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്പേസും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റൺ ടൈം കുറച്ചൊന്ന് കൂട്ടിയിട്ട് സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി റിഫൈൻമെന്റ് വരുത്തിയിട്ട് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫ്ലോസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ തോന്നിയിട്ടുള്ള ചില എലമെന്റ്സ് ഒക്കെ ഈ ഒരു പടത്തിനെ വളരെയധികം വലിയ രീതിയിലൊന്നും ഇമ്പാക്ട് ചെയ്യുന്നില്ല. പക്ഷെ അതൊന്നും നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്ന് മെമ്മറബിൾ ആയിട്ട് ഈ പടമായിട്ട് മാറിയേനെ ഗുരുവായൂർ അമ്പലനടയിൽ. പക്ഷെ അതർ ദാൻ ദാറ്റ് ഈ ഒരു പടം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ക ഫാമിലി ഫൺ എന്റർടൈനർ ആണ്. എനിക്ക് പേഴ്സണലി ഗുരുവായൂർ അമ്പലനടയിൽ വളരെയധികം എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മനസ്സിൽ നിന്ന് ചിരിച്ച് വളരെയധികം എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഫാമിലി ഓഡിയൻസിനും അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ആൾക്ക് തന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.